ഹായ്. അപ്പോൾ എന്തായാലും ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. കാരണം എന്നും ഷോർട്സാണ്. അപ്പോൾ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ ലോങ് വീഡിയോ ഇടുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാത്തൂൻ്റെ അമ്മാമ്മ ഉണ്ടായിരുന്ന ഒരു ഡേ ആണ് ഇന്ന്. കാത്തൂനാണെങ്കിൽ അമ്മാമ്മ കിട്ടിയ വേറെ ആരെയും വേണ്ട. കാരണം അമ്മാമ്മയാണെങ്കിൽ കൂടെ നിന്ന് എപ്പോഴും കാത്തൂനെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ അങ്ങ് പൊയ്ക്കോളും. നമ്മൾ കുട്ടിക്കുറുമ്പി കാത്തൂന് ഫുൾ ടൈം ആരെങ്കിലുമൊക്കെ വേണം. കാത്തൂന് എപ്പോഴും ആരെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം. രാവിലെ 5 മണിക്ക് എണീച്ച നമ്മളെ കാത്തുക്കുട്ടിയാണ്. കളിയും ചിരിയൊക്കെ ആയിട്ട് ഒരു 8 മണി 9 മണി ഈ ടൈം ആവും പിന്നെ ഉറങ്ങാൻ. പിന്നെ എൻ്റെ കൂടെ വന്ന് കിടന്ന് എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് എടുത്ത് എന്നെ ഒരു പരുപ്പാക്കി വെച്ചിട്ടുണ്ട് അവൾ. പിന്നെ നേരെ പുറത്തോട്ട് പോയിട്ടുണ്ട്. എന്തിനാ? ഡെയിലി റൂട്ടീൻ തന്നെ, കറങ്ങാൻ പോക്ക്. രാവിലെ എണീച്ച എന്തായാലും കാത്തുമോക്ക് വെളിയിലോട്ട് പോകണം. നല്ല ഇലയും ചെടിയും പൂവും പ്രകൃതിയൊക്കെ കണ്ടിരിക്കാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് എന്തായാലും അമ്മാമ്മയുടെ കൂടെയാണ് യാത്ര തുടങ്ങിയത്. ചെടിയും പൂവൊക്കെ പിച്ചി ആളവിടെ മൊത്തം കറങ്ങി നടക്കുക. നമ്മൾ കാത്തുമോളാണെങ്കിൽ ഇന്ന് നല്ല ആക്റ്റീവായിട്ടിരിക്കുക. ചില ദിവസങ്ങളിൽ അവൾ കരഞ്ഞുകൊണ്ടായിരിക്കും എണീക്കുന്നത്, ചില ദിവസങ്ങളിൽ നല്ല ചിരിച്ചുകൊണ്ടാണ് എണീക്കുന്നത്. ഇന്ന് ചിരിച്ചുകൊണ്ട് എണീച്ച ഒരു ദിവസമാണ്. അവൾ ആക്റ്റീവായതുകൊണ്ട് തന്നെ എനിക്കും അമ്മയ്ക്കും നല്ല പോലെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കാത്തുക്കുട്ടിയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അതെടുക്കുക, അതിനെ നോക്കുക, അതിനെടുത്ത് വായി വയ്ക്കുക, അതൊക്കെയാണ് ഇപ്പോൾ അവളെ ഹോബി. അങ്ങനെ അമ്മാമ്മയും മോളും പൂവിലും കായലൊക്കെ കയറി കളിച്ച് ഒരുപാട് ടൈം അങ്ങനെ അങ്ങ് പോയി. കുറേ നേരമായി. കാത്തുൻ്റെ ഇന്നത്തെ മോർണിംഗ് വാക്ക് എന്ന് വെച്ചാൽ അവൾ നല്ല ഹാപ്പി ആയിരിക്കും. കാരണം ഒരുപാട് ടൈം വെളിയിൽ നിന്ന് അതിൻ്റെ ഇടയിൽ കാത്തുൻ്റെ നല്ല കൊതുകടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും അവൾക്ക് അതൊന്നും കുഴപ്പമില്ല. ഞാനാണെങ്കിൽ നേരെ വന്ന് ചൂട് ചായയും കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കാത്തുനെ അമ്മ അകത്തോട്ട് കൊണ്ടുവന്നു. നേരെ തൊട്ടിലോട്ടാണ്. കാത്തുമ്പോൾ തൊട്ടിലേക്ക് കിടത്താൻ വേണ്ടിയാണ് അമ്മ അവിടെ നിന്ന് കളിപ്പിക്കുന്നത്. കാരണം അമ്മയ്ക്കും ജോലിയൊക്കെ ഉണ്ട് അടുക്കളയിൽ. കാത്തുനെ കൈ വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അങ്ങനെ അവളെ കുറച്ച് നേരം കളിപ്പിച്ച് തൊട്ടിലോട്ട് കിടത്തി. തൊട്ടിൽ കിടത്തിയാൽ പിന്നെ എന്തുവാ, കാലെടുത്ത് വായി വയ്ക്കുക, അതെടുത്ത് ഊറുക. ഇത് തന്നെ നമ്മൾ കാത്തുപോള പരിപാടി. എങ്ങനെയൊക്കെ മാറ്റാൻ നോക്കിയാലും അവൾ അത് തന്നെ ചെയ്യും. നമ്മൾ ഒരു കാല് പിടിച്ച് അവൾ 2 കാലും എടുത്ത് വെക്കും. കാത്തുന് ഈ ഇടയായിട്ട് കിട്ടിയ ശീലമാണത്. ആദ്യമൊക്കെ കൈ മാത്രമേ ഊറുള്ളൂ. ആദ്യം 1 വിരലായി, 2 വിരലായി, അങ്ങനെ 10 വിരലും അവൾ കയറ്റും. ഇപ്പം അതാ കാല് നോക്കിയാണ്, കാലിലെ തള്ളവിരൽ കയറ്റി നല്ല പോലെ ഊറാണ്. എന്താ ചെയ്യുക? പിന്നെ നേരെ അമ്മാമ്മയായിട്ടുള്ള യുദ്ധമായിരുന്നു. പിന്നെ അമ്മാമ്മയുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. കെട്ടിപ്പിടിച്ചിരിക്കലും മൊയ്ക്കലൊക്കെ തന്നെയായിരുന്നു. കാരണം അവളെ വെളിയിൽ കൊണ്ടുപോകാനുള്ള അവൾ അടവാണ്. ആരെങ്കിലും സ്നേഹിച്ചാലല്ലേ കൊണ്ടുപോകുള്ളൂ. കാത്തൂനാണെങ്കിൽ അടുത്ത ട്രിപ്പ് ഉറങ്ങാനുള്ള ടൈമായി. ആൾക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. പിന്നെ നേരെ കൊണ്ടുപോയി ഞാൻ ഉറക്കി കാത്തൂനെ അവിടെ സെറ്റാക്കി വെച്ചു. അവൾ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങും. അതിനിടെ ഞാൻ എൻ്റെ കാര്യം നോക്കാൻ വേണ്ടി അങ്ങ് പോയി. പക്ഷേ കാത്തുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എണീക്കുകയും ചെയ്തു. അപ്പാപ്പനുള്ളതുകൊണ്ട് അപ്പാപ്പ എടുത്തുകൊണ്ട് പോയി വണ്ടിയിലേക്ക് ഇരുത്തി. അവൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. വണ്ടിയിലിരിക്കുക, അതിൽ തൊടുക, അതിൽ കളിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു അവളെ ജോലി. പിന്നെ അമ്മ കൊണ്ടുപോയി എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അവളാണെങ്കിൽ നല്ല കളിച്ച് ചിരിച്ച് അവിടെ കിടക്കുക. ചില സമയത്തൊക്കെ കുളിക്കുമ്പോൾ കരയും. ഇന്ന് എന്തായാലും കരച്ചിലൊന്നുമില്ല, നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മാമ്മയുടെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് ആളകത്തേറി വന്നിട്ടുണ്ട്. ഞാൻ നേരെ കൊണ്ടുപോയി പാലൊക്കെ കൊടുത്ത് ഉറക്കുകയും ചെയ്തു, ഒരുക്കുകയും ചെയ്തു. നല്ലപോലെ പിരിയും കണ്ണൊക്കെ വരച്ച് പൊട്ടൊക്കെ തൊട്ട് കാത്തിട്ട് അവിടെ കിടത്തിയിട്ടുണ്ട്. പിന്നെ നേരെ കിച്ചണിലോട്ടാണ് വന്നത്. കറി വെക്കാൻ വേണ്ടി കയറിയതാണ്. കറി പകുതി ആയപ്പോഴത്തേക്കും നമ്മളെ കാത്തും എണീച്ചു. പിന്നെ അതിൻ്റെ പിറകെ പോയി. അതിൻ്റെ ഇടയിൽ അമ്മ ബിരിയാണിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരുന്നു. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, ബിരിയാണി എടുത്ത് കഴിച്ചു ഞാൻ. എന്തായാലും അടിപൊളി ബിരിയാണിയാണ്. അപ്പോഴത്തേക്കും നമ്മളെ കാത്തുക ഉറക്കണീച്ചൊക്കെ വന്നിട്ടുണ്ട്. ഉറക്കണീച്ച് വന്നപ്പോഴേ കോള് മാറിയാണ് വന്നത്. കരച്ചിലും ബഹളവും പിന്നെ ഒന്നും പറയണ്ട. കുറേ നേരമൊക്കെ കരച്ചിൽ തന്നെയായിരുന്നു. ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. എങ്ങനെ ശരിയാവാനാ? ഒന്നെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, ഇതിൽ കൂടുതൽ എൻ്റെ കാത്തുമ്മ ഉറങ്ങത്തേയില്ല. പിന്നെ കട്ടിലിൽ വന്ന് കാത്തുവിൻ്റെ ടെഡിയായിട്ടൊക്കെ കുറേ നേരമൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ നിന്ന്. എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ റെഡിയായി ഇറങ്ങി. കാത്തു എന്നെ നോക്കുന്നുണ്ട്.
എന്തായാലും പോവാൻ ഇറങ്ങിയപ്പോൾ കാത്തൊരു കുറച്ച് സങ്കടമൊക്കെ വന്ന്. എന്തായാലും ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞൊക്കെ ഇറങ്ങി. കാത്തുനെ നേരെ അമ്മ അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വേറെങ്ങോട്ടുമല്ല, ബേബി ഷോപ്പിലോട്ടാണ് പോണത്. അനിയൻ വന്നായിരുന്നു. അവനെയും കൊണ്ട് ബേബി ഷോപ്പിലോട്ട് ഇറങ്ങി. പുതിയൊരു കടയുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അത് അടച്ചിട്ടാക്കുന്നു. പിന്നെ നേരെ വർക്കല പോയി. അവിടെ ഒരു ബേബി ഷോപ്പുണ്ട്. അവിടെ കയറി. നമ്മൾ കാത്തുമ്മയ്ക്ക് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഫീഡും ബോട്ടിലും പിന്നെ ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസ്. പക്ഷെ നേരെ എൻ്റെ കണ്ണു പോയത് ആ ടെടിയിലോട്ടാണ്. എന്താ കൊച്ചിലോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ കയറിയ സ്ഥിതിക്ക് അവിടെ മൊത്തം ചുറ്റിക്കറങ്ങിയൊന്നും കണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമല്ല ആ ഷോപ്പിൽ പോണത്. ഫസ്റ്റ് റീലൊക്കെ പോയിട്ടുണ്ട്. ഈ ഷോപ്പിൽ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. നമ്മളെ കാത്തുമ്മയ്ക്ക് പറ്റിയൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ തപ്പി പിടിച്ചെടുത്തതാണ്. എന്തായാലും കളറും കൊള്ളാം, ആളും കൊള്ളാം. അങ്ങനെ അതും വാങ്ങി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. വീട്ടിൽ ചെന്ന് കാത്തുമ്മയ്ക്ക് ആ ടോയൊക്കെ കൊടുത്തു. ആള് കളിച്ച് ക്ഷീണിച്ച് നല്ല ഉറക്കമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.